നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൂർ ഏറ്റുകൊടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയത്. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജ് ആണ് ജീവനൊടുക്കിയത്. 44 വയസ്സായിരുന്നു പ്രായം. ജോലി സമ്മർദ്ദം എന്ന് കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. കുറേയധികം ദിവസങ്ങളായി SIR ഫോമുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം ഇയാൾ വീട്ടുകാരുമായി പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് K തമ്പിയുടെ ശബ്ദരേഖ പുറത്ത്. RSS നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആനന്ദ് K തമ്പിയുടെ ശബ്ദരേഖ. മനസ്സും ശരീരവും പണവും സമയവും സംഘടനയ്ക്ക് നൽകിയിട്ടും ഒഴിവാക്കിയെന്നും ഇത്രമാത്രം അപമാനിച്ചിട്ടും വെറുതെ ഇരിക്കാൻ മനസ്സിന് കഴിയുന്നില്ലെന്നും സുഹൃത്തുമായി നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനായി NDAയിൽ തിരക്കിട്ട ചർച്ചകൾ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തുടരും. പാട്നയിലെ ചർച്ചകൾ നിലവിൽ മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നതിലാണ്. കൂടുതൽ സീറ്റുകൾ നേടിയ BJP ഉപമുഖ്യമന്ത്രി പദവിയും ക്യാബിനറ്റിലെ സുപ്രധാന വകുപ്പുകളും ആവശ്യപ്പെട്ടേക്കും. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മുതിർന്ന RSS നേതാവ് ബൽദേവ് രാജ് അറോറയുടെ മകൻ നവീൻ അറോറയെ വെടിവെച്ചു കൊന്നു. ബൈക്കിലെത്തിയ 2 പേരാണ് കൊലപ്പെടുത്തിയത്. ശനിയാഴ്ച വൈകുന്നേരം നവീൻ അറോറ തന്റെ കടയിൽ നിന്നും നടന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ചെങ്കോട്ട സ്ഫോടനത്തിൽ സ്ഫോടകൻ ഉമർ നബി ആക്രമണത്തിന് മുൻപ് ഫരീദാബാദിലെ മൊബൈൽ ഫോൺ കടയിൽ നിന്നും 2 ഫോൺ വാങ്ങിയതായി ഡൽഹി പോലീസ്. ആക്രമണത്തിന് 11 ദിവസം മുൻപ് ഉമർ കടയിൽ നിൽക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഒക്ടോബർ 29-നാണ് അവസാനമായി ഉമർ അൽ-ഫലാ സർവകലാശാല സന്ദർശിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ ദിവസം തന്നെ ഉമർ തന്റെ ഫോൺ ശരിയാക്കുകയും ഫരീദാബാദിലെ സെക്ടർ 37-ൽ നിന്നും സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 കാർ സ്വന്തമാക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ഇയാൾ ഹരിയാനയിലെ നൂഹിലേക്ക് പോയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതെന്നാരോപിച്ച് BJP പ്രവർത്തകൻ ആനന്ദ് തിരുമല ജീവനൊടുക്കിയ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ട് ശശി തരൂർ MP. കുടുംബത്തിനുണ്ടായത് വലിയ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ പല പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം വേണമെന്നും ശബരിനാഥ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.